അമിത്ഷാ ഒളിവിലാണെന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം സാക്ഷാൽ അമിത്ഷാ പാർലമെന്റിൽ വന്നു എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധി ഇങ്ങെടുത്ത് ഭിത്തിയിലോട്ട് തേച്ചം പൊട്ടിച്ചു. I challenge you to have a debate on the 3 press conferences. आपकी मुंसफी से संसद नहीं चलेगी. मेरे यहाँ बोलने का क्रम मैं तय करूंगा. इस तरह से नहीं चलेगी संसद. उनको धैर्य रखना चाहिए मेरा जवाब सुनने का. इनकी एक एक बात का जवाब मैं दूंगा, मगर मेरे भाषण का क्रम वो तय नहीं कर सकते. मैं करूंगा क्योंकि मैं बोल रहा हूं. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും പറയത്തില്ല, കാരണം രാഹുൽ ഗാന്ധി ആണല്ലോ ഇവരുടെ കൺകണ്ട ദൈവം. പക്ഷേ അമിത്ഷാ ഇന്നലെ പാർലമെൻറ്റിൽ പറഞ്ഞത് ഹിന്ദിയിലാണ്. ഹിന്ദിയിലായതുകൊണ്ട് നമ്മുടെ മലയാളത്തിലെ ഒരുപാട് പ്രേക്ഷകർക്ക് ഒരുപാട് പേർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. എന്താണ് സാർ ഇന്നലെ അമിത്ഷായുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു? Oh my God, it was marvelous. ഇനി ഇന്ത്യയുടെ ചരിത്രം, പാർലമെന്ററി ചരിത്രത്തിൽ ആദ്യമായിട്ട് ആണ് ഒരു ആഭ്യന്തര മന്ത്രി പ്രതിപക്ഷ നേതാവിന് അടിച്ച് പൊട്ടിച്ച് 8 തട്ടിൽ വലിച്ചു കീറി കളയണത്. അതായത് പക്ഷെ എത്ര കേട്ടാലും ഈ പ്രതിപക്ഷ നേതാവ് എന്താ ലീഡർ ഓഫ് ഓപ്പോസിഷൻ LOP എന്നാണ് പറയണത്. ഇപ്പൊ പലരും ഡൽഹിയിൽ പറഞ്ഞു തുടങ്ങി ലവർ ഓഫ് പട്ടായ എന്നാണ് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. അങ്ങേരെ പറ്റി ഞാനിങ്ങനെ കാത്തിരിക്കും ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ സാർ ഇങ്ങനെ വികസിപ്പിച്ചെടുക്കുന്നത് എങ്ങനെയാണ്. അയാളെ ലവർ ഓഫ് പട്ടായ 2 ദിവസം കഴിഞ്ഞാൽ പട്ടായക്ക് വിടും. അവിടെ പോയി ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരും. എന്തിനാ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ സുനിൽ എന്ത് കാര്യത്തിലാണെങ്കിലും സുനിലിൻ്റെ അടുത്ത് ഞാൻ ആർഗ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള ധൈര്യം വേണം, കോൺഫിഡൻസ് വേണം, എനിക്ക് അറിവുണ്ടായിരിക്കണം. ഇതല്ലാതെ ഞാൻ വന്ന് സുനിലിൻ്റെ അടുത്ത് ആർഗ്യൂ ചെയ്തിട്ടേ നിങ്ങൾ പറയുന്നത് ശരിയല്ല അതാ ഇതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ലാഫിങ് സ്റ്റോക്കായിട്ട് മാറും ജനങ്ങളുടെ മുമ്പിൽ. ഈ ലീഡർ ഓഫ് ഓപ്പോസിഷൻ, അതാ ലവർ ഓഫ് പട്ടായക്ക് പറ്റിയിരിക്കുന്ന അനുഭവം അതാണ്. അവര് നീറ്റ് പരീക്ഷയുടെ ബില്ലിനെ എതിർത്തു. അത് അമിത്ഷാ പറഞ്ഞത് എന്താണ്? കോൺഗ്രസ് എന്തൊക്കെ കാര്യങ്ങളെ എതിർത്തിട്ടുണ്ടോ അതൊക്കെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏത് കാര്യങ്ങൾക്കാണോ കോൺഗ്രസ് എതിർ നിന്നിട്ടുള്ളത് അത് രാജ്യത്തിന് നല്ലതായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണത്തെ പിന്നെ 1 നേഷൻ 1 ഇലക്ഷൻ ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു. അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. രാഹുൽ ഗാന്ധി എതിർക്കും. ട്രിപ്പിൾ തലാഖ് ഞങ്ങൾ കൊണ്ടുവന്നു, നിങ്ങൾ എതിർത്തു. ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് ഞങ്ങൾ നിയമം കൊണ്ടുവന്നു, നിങ്ങൾ എതിർത്തു. അതൊക്കെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു കാര്യത്തെക്കുറിച്ച് എതിർക്കുമ്പോഴാണെങ്കിലും അനുകൂലിച്ചിട്ടാണെങ്കിലും ശരി, ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ സഭയിൽ വരുമ്പോൾ പ്രിപ്പയർഡായിട്ട് വരിക. അത് വേറൊരു തമാശ ഉണ്ടായിരുന്നല്ലോ, മിനിങ്ങാന്നാൾ കണ്ണുമോട്ടം കളിച്ചില്ലേ ലോക്സഭയിൽ, മൈക്ക് ഓഫ് ചെയ്ത് വെച്ചേക്കാം, അയാൾ സ്വയം ഓഫ് ചെയ്ത് വെച്ചു. എന്റെ മൈക്ക് ഓഫാണെന്ന് പറയുമ്പോൾ സ്പീക്കർ പറയുന്നുണ്ട് ഇല്ല ഇറ്റ്സ് ഓൺ, ഉടനെ പുള്ളി സ്വിച്ച് ഓഫ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രമായിട്ട് ഒരു ബഫൂണായിട്ട് മാറിക്കുക, പൊളിറ്റിക്കൽ ബഫൂണാണ് ഇയാളിപ്പോൾ. പപ്പുവിന് പറ്റിയൊരു പപ്പീനെയും കിട്ടിയിട്ടുണ്ട്, അനീത്തിനെ. ഗോമൂത്ര വിദഗ്ധനാണ് IIT ഡയറക്ടർ കാമകോടിയെ അവർ വിശേഷിപ്പിച്ചത്. കാമകോടി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ IT വിദഗ്ധനാണ്. നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ മെമ്പറാണ് അദ്ദേഹം. അതുപോലെ ശക്തി എന്ന് പറയുന്ന ഒരു മൈക്രോ പ്രോസസ്സറിൻ്റെ, ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ പ്രോസസ്സർ, അത് ഡെവലപ്പ് ചെയ്ത ടീമിൻ്റെ നേതാവാണ് അദ്ദേഹം. IITയുടെ ഡയറക്ടറായിട്ട് വന്ന പിന്നെ ഒരു ഒറ്റ വർഷം കണ്ട് 470 പേറ്റൻ്റാണ് മദ്രാസ് IIT അപേക്ഷിച്ചിരിക്കണം കിട്ടിയത്. ആ മനുഷ്യനെ കുറിച്ചിട്ടാണ് ഈ പപ്പി പറഞ്ഞത് അയാൾക്ക് വലിയ വിവരം ഉണ്ടോന്ന്. അതെന്താ അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താ? അത് 3 അംഗ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ടല്ലോ നീറ്റ് പരീക്ഷ ഫുൾ പ്രൂഫ് ആയിട്ട് നടത്താനായിട്ട്. IBയുടെ ഡയറക്ടർ, പിന്നെ ഒരു IT എഞ്ചിനീയർ, IT കമ്പനിയുടെ ഉടമസ്ഥൻ, പിന്നെ ഗോമൂത്ര എന്താ പറയുക വിദഗ്ധൻ എന്നാണ് പറഞ്ഞത്. ഒരു ഗോമൂത്ര വിദഗ്ധൻ. എനിക്കോ ക്യാ പതാ ഹൈ ഇസ്കെ ബാരേം എന്നൊക്കെയാ ചോദിച്ചത്. അല്ല കാര്യ ഇവള് കറസ്പോണ്ടൻസ് കോഴ്സ് വഴിയാ സൈക്കോളജി പാസ്സാക്കിയാണ്. ആരായി പെണ്ണ്? പ്രിയങ്ക ഗാന്ധി. അനിയൻ കറസ്പോണ്ടൻസ് കോഴ്സ് വഴി വിമാനം ഓടിക്കാൻ വരെ പഠിച്ചിട്ടുണ്ട്. അനിയനല്ല, ചേട്ടൻ LOP. അപ്പോൾ ഈ അദ്ദേഹം ഗോമൂത്രത്തെ കുറിച്ച് പറഞ്ഞ കാര്യം വളരെ ഗഹനമായിട്ടുള്ളൊരു വിഷയമാണ്. 2021 വർഷത്തിലെ നേച്ചർ എന്ന് പറയുന്ന മാസികയിൽ അതിനെക്കുറിച്ചൊരു ഫുൾ ആർട്ടിക്കിൾ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാർ ഈ ഗോമൂത്രത്തിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് കണ്ടുപിടിച്ചു.
അതൊരു വലിയ റിപ്പോർട്ടായിരുന്നു. അത് നേച്ചറിൻ്റെ കവർ സ്റ്റോറി ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കൂടാതെ സുനിലിനറിയോ, കർണാടകത്തിലൊരു ഗോശാലയുണ്ട്, ഒരു സ്വാമി നടത്തുന്ന ഗോശാലയുണ്ട്. അവിടെ നിന്ന് ഗോമൂത്രം വിലയ്ക്ക് മേടിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുണ്ട്, അമേരിക്കൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ. ലിറ്ററിന് 500 രൂപ വെച്ചിട്ടാണ് മേടിക്കുന്നത്. 1 ലിറ്ററിന് 500 1 ലിറ്ററിന് 500 രൂപ പറഞ്ഞാൽ വിശ്വാസമാവണില്ല അല്ലേ? ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. ഇത് വാട്സപ്പിൽ തന്നെയല്ല, ഗൂഗിളിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു ലേഖനത്തിലാണ് എഴുതിയിരിക്കുന്നത്. സ്വാമിജി പാലിന് വേണ്ടിയിട്ടല്ല പശുക്കളെ വളർത്തുന്നത്, മൂത്രത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഗോമൂത്രത്തിന് 1 ലിറ്ററിന് 500 രൂപ വെച്ചിട്ടാണ് മേടിക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ. അവർക്ക് കുറേ പശുക്കളുണ്ട്, എല്ലാം നേറ്റീവ് ബ്രീഡ്സ് ആണ്. അപ്പോൾ വെറുതെ ഒന്നും ചെയ്യില്ല. ഇത് എത്രയോ വർഷം ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കിയ മരുന്നുകൾ ഉപയോഗിച്ച് എത്രയോ രോഗങ്ങൾ ഭേദമാക്കിയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അതിനെ എൻഡോഴ്സ് ചെയ്യുന്ന വ്യക്തിയാണ് പ്രൊഫസർ കാമകോടി. ആ മനുഷ്യനെ പറ്റി ഇവർ പറയുകയാണ് ഇയാൾക്ക് എന്തറിയാമെന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കിട്ടേണ്ടതല്ല. അത് കഴിഞ്ഞിട്ട് 100 കൂട്ടം കാര്യങ്ങൾ അമിത്ഷാ പറഞ്ഞു. കോൺഗ്രസ് എവിടെയൊക്കെ ഞങ്ങളുടെ പദ്ധതിയെ എതിർത്തിട്ടുണ്ടോ ജനങ്ങൾ അതൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. അതെല്ലാം രാജ്യത്തിന് നല്ലതുണ്ടാവാനായിട്ട് പോയിരിക്കണം. ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് വരും, അതുപോലെ തന്നെ 1 നേഷൻ 1 ഇലക്ഷൻ ജനങ്ങൾ മൊത്തം അക്സെപ്റ്റ് ചെയ്തു. ഇവർ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്. ഇയാൾ എവിടുത്തെ ലീഡർ ഓഫ് ഒപ്പോസിഷനാണ്? ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സന്തതി ഉണ്ടാവാനായിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ആതിരയെടുത്ത് പറയായിരുന്നു, ഈ പഞ്ചതന്ത്ര കഥകളുണ്ട്, അയാളെ പഠിപ്പിക്കേണ്ടത് പഞ്ചതന്ത്ര കഥകളാണ്. കാരണം പഞ്ചതന്ത്രത്തിന്റെ ഒറിജിനറി അല്ലേ അമരശക്തി എന്ന് പറഞ്ഞ രാജാണ്. ആരോപ്യത്തിൽ അയാളുടെ മഹിളാരോപ്യത്തിൽ അയാളുടെ അതിൻ്റെ രാജാവാണ് ഈ അമരശക്തിയുടെ 3 മക്കളുണ്ട്, ബഹുശക്തി, അനന്തശക്തി ആൻഡ് 1 more fellow, forgot the name. അപ്പോൾ ഇവർ ഈ രാഹുൽ ഗാന്ധിയുടെ പോലെയാണ്, വഴികൂടി പാടാനൊക്കെ ചീത്ത വിളിക്കും, ആട്ടും തുപ്പുമൊക്കെ ചെയ്യും. എന്നിട്ട് അവരൊക്കെ ഇടയ്ക്ക് നല്ല പോടും വെച്ച് കൊടുക്കും. പിന്നെ രാജകുമാരനാന്ന് പറഞ്ഞാൽ അദ്ദേഹം കിട്ടാറില്ല. ഇവന് ചിലപ്പോൾ ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ടാവും, അല്ല അരുൺ സിംഗിൻ്റെ മോഹം കൊടുത്ത പോലെ ആരെങ്കിലും കൊടുക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ ഈ മന്ത്രിമാരോട് രാജാവ് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് എനിക്ക് വിഷമം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഈ സുമതി എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, വിഷ്ണു ശർമ്മൻ എന്ന് പറഞ്ഞൊരു ബ്രാഹ്മണനുണ്ട്, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവരെ പഠിപ്പിക്കാം. 80 വയസ്സായി അദ്ദേഹത്തിന്, ചോദിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വിഷ്ണു ശർമ്മൻ കൊട്ടാരത്തിൽ വന്നപ്പോൾ രാജാവ് പറഞ്ഞു എൻ്റെ ഗുരുദേവ എനിക്ക് 3 മക്കളുണ്ട്, ഞാൻ കഴിഞ്ഞ ജന്മം ചെയ്ത പാപത്തിൻ്റെ ഫലം തോന്നുന്നു ഞാൻ അനുഭവിക്കുന്നത്. ഇവർ ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പോകും, അങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും, അതുപോലെയുള്ള പെരുമാറ്റമാണ് അവരൊന്ന് പറഞ്ഞ് ഭേദാക്കി തന്നെ. അപ്പോൾ വിഷ്ണു ശർമ്മ കുഴപ്പമില്ല നമുക്ക് ശരിയാക്കാം, ഞാൻ അവർക്ക്. അപ്പോൾ ഈ പ്രായത്തിൽ ഇതുപോലെ 57 വയസ്സായ യുവാക്കളായിരിക്കും അവർ. അപ്പോൾ ഈ പ്രായത്തിൽ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ കുഴപ്പമില്ല, ഞാൻ എല്ലാ വേദങ്ങളും പിന്നെ അതുപോലെ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞ് അതിൽ നിന്ന് എല്ലാ എക്സ്ട്രാക്റ്റുകൾ വഴി കഥകൾ വഴി അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം 6 മാസം കൊണ്ട് ഇവരെ വിദ്യാസമ്പന്നരാക്കി തീർത്ത കഥയാണ് പഞ്ചതന്ത്രം. അതിപ്പോൾ മിത്രഭേദം, അങ്ങനെ കാഗോ ലൂഗിയം എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം, അതെ രാജനീതി പഠിപ്പിച്ചു. അതാണ് കഥ. അപ്പം അതേപോലെ ആരെങ്കിലും ഈ ഈ യുവ കോമളൻ 57 വയസ്സുകാരനായ യുവ കോമളനെ കൊണ്ടുവന്ന് പഞ്ചതന്ത്രം കഥകളെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം. അയാൾ കണ്ടിട്ടുണ്ട് ലോക്സഭയിൽ നിന്ന് ഒരിക്കൽ അയാൾ എന്താണ് പറയുന്നത്, ഒരു ബഫൂണിൻ്റെ പോലെ അവിടെ നിന്ന് ഇതിങ്ങനെയാണ് യുദ്ധം ചെയ്യണേന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്ന് ആടുകയാണ് അയാൾ നിന്ന്. അത് കണ്ട് ചിരിക്കാൻ വേണ്ടി ഒരു ആറാട്ടുമുണ്ടൻ ഈ എറണാകുളത്ത് നിന്ന് പോയിട്ടുണ്ട്, ഒരു ഹൈബൈ ഈഡൻ ഒറ്റ പറഞ്ഞിട്ട്. അവൻ എന്തിനാണ് അവിടെ പോയി ഇരിക്കുന്നത് പറയാം, അവൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇയാൾ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും ചിരിക്കുക എന്നുള്ള കൈയടിക്കുക എന്നുള്ള അവൻ്റെ ജോലി. അവന് മനസ്സിലായിട്ടൊന്നുമല്ല, അവന് ഹിന്ദി അറിയോ ഈ ഹൈബീഡിനെ? എവിടെ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നില്ലേ, ഹിന്ദി മനസ്സിലാവില്ല. അവൻ്റെ അടുത്ത് ചോദിച്ചാൽ രാഹുൽ ഗാന്ധി എന്താ പ്രസംഗിച്ചത്, പ്രിയങ്ക ഗാന്ധി എന്താ പ്രസംഗിച്ചത്, വർഷം കൊണ്ട് ആയിട്ടുണ്ടാവും. രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ത് ഹിന്ദി അറിയാം?
കെ മുരളീധരൻ ആയിരുന്നപ്പോൾ അപ്പോഴും അയാളും കൈകൊട്ടിയായിരുന്നു ഇരുന്നിട്ട് എന്തും അതിന്റെ ആവശ്യമില്ല സാർ. പാർലമെന്റിൽ ഇപ്പോൾ ഏത് ഭാഷയെ പറഞ്ഞാലും അതത് ഭാഷകളിൽ അത് ട്രാൻസ്ലേറ്റ് ചെവിയിലാ കുണാണ്ടർ വെച്ച് കഴിഞ്ഞാലല്ലേ സുനിൽ പറഞ്ഞ പോലെ സുനാപ്പി വെച്ച് കഴിഞ്ഞാലല്ലേ കേൾക്കുള്ളൂ. ഇത് അതൊന്നും വെക്കാനില്ല, അല്ലാണ്ടിരുന്ന് ചിരിക്കുകയായിരുന്നിട്ട്. ഒരു കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്, അയാൾ ഇവരെന്ത് പറഞ്ഞാലും ഉടനെ ചിരിക്കും. പക്ഷേ എറണാകുളത്ത് ഹൈബിയെ തോപ്പിക്കാൻ പറ്റില്ല. ആ കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ പാർട്ടിയായ CPM-ൻ്റെ ഏറ്റവും വലിയ പരാജയം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ പല മണ്ഡലങ്ങളിലും ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെ നിർത്താൻ CPM-ന് ഇല്ല. തൃക്കാക്കര CPM-ന് ഡോക്ടർമാരെ വരെ പരീക്ഷിച്ച് നോക്കി. എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ആരെ മത്സരിപ്പിക്കും? CPM-ന് ജയിക്കാൻ പറ്റുന്നൊരു കാൻഡിഡേറ്റ് ആരുമില്ല. പണ്ട് സെബാസ്റ്റ്യൻ പോൾ ജയിച്ചിട്ടുണ്ട്. അതെന്തെങ്കിലും ആട്ടെ. ഇപ്പം നമുക്ക് ഏതായാലും ഈ പറഞ്ഞു വന്ന ഇതാണ്. അപ്പോൾ ഇവർ ഒരു പാർലമെൻറ്റ് അംഗം എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് ഒരു ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്നുള്ള രീതിയിൽ അയാൾ ഏറ്റുമുട്ടാൻ പോകുന്നത് രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് ആഭ്യന്തര പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹം ഓർക്കണം. 7 വർഷമായിട്ട് ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രിയുടെ ശരാശരി, ഇത് ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു LK അദ്വാനി ആയിരുന്നു എന്ന് തോന്നുന്നു. അതിന് മുമ്പ് കോൺഗ്രസിലുള്ളവർക്ക് 6 മാസം 3 മാസം പ്രശ്നം ഉണ്ടായി മാറ്റി വിടുവരെയൊക്കെ. അത് മാത്രമല്ല, അവർ യഥാർത്ഥ ഹോം മിനിസ്റ്റേഴ്സ് ആയിരുന്നു. കാരണം ഇവരുടെ വീട്ടിലെ ഹോമിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ വേണ്ടിയിട്ടുള്ള ആളാണ്. യജമാനന്മാരുടെ വീട്ടിലോട്ട് പച്ചക്കറി മേടിച്ചു കൊടുക്കാനും കോഴിയിറച്ചി മേടിച്ചു കൊടുക്കാനും നിൽക്കുന്ന ആൾക്കാരാണ് അന്നത്തെ ഹോം മിനിസ്റ്റേഴ്സ്. കാശു ബ്രഹ്മാനന്ദ റെഡ്ഡി പേരൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഗംഭീര പേരുകളാണ്, പക്ഷെ ചെയ്യണ ജോലി ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അത് പ്രസംഗിക്കാൻ പോകുമ്പോൾ ഒരു പരിധിയുണ്ട്. പാർലമെന്റിൽ പ്രസംഗിക്കാനൊക്കെ ആയിട്ട് പോകുമ്പോൾ അതും ഗൃഹമന്ത്രിയോട് ആഭ്യന്തരമന്ത്രിയോട് ഏറ്റുമുട്ടാനാണ് പോണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയാൽ പോരാ. ഇതിനും ഭേദം പോവാതിരിക്കും. പപ്പു യാദവിന് അടി കിട്ടിയല്ലോ. പപ്പു യാദവും ഇന്നലെ 42 ക്രിമിനൽ കേസുള്ള ആളാണ് പപ്പു യാദവ്. പപ്പു യാദവ് പാർലമെന്റിന്റെ മുന്നിൽ കാഷായമൊക്കെ ധരിച്ചിട്ട് രാമക്ഷേത്രത്തിലെ തട്ടിപ്പെന്ന് പറഞ്ഞ് ഭിക്ഷ എടുക്കുന്ന പോലെ ഇരുന്നു. രാഹുൽ ഗാന്ധി കൊണ്ട് കാണിക്ക കിട്ടും. പപ്പുവിനെ ആരാണ്ട എടുത്തിട്ട് അടിച്ചു, ചെരുപ്പിനടിച്ചു, ചെരുപ്പൂരെടുത്ത് കത്തിക്ക് കുത്താൻ നോക്കി എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരുന്നു. പപ്പു യാദവും പപ്പുവും കൂടി ചേർന്ന് നാടകമായി. അങ്ങനെ ഹിന്ദുക്കളെ കൊണ്ട് കളിയാക്കിയിട്ടുള്ള പരിപാടിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് കാലം മാറി എന്നുള്ള ഇവര് അറിയണില്ല. ഇവര് ഈ രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വല്ല സന്യാസം സ്വീകരിക്കണം. അതല്ലെങ്കിൽ പോയി ഔദ്യോഗികമായിട്ട് ആര് പോകും പട്ടായക്ക്? അവിടെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ. അങ്ങനെ ജീവിച്ചു പോട്ടെ, മനുഷ്യന്റെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ. ഇങ്ങനെ ദുഷ്ടനാവരുത്. അല്ല, അയാള് ലോക്സഭാ അംഗങ്ങൾ ഇപ്പൊ BJPയുടെ ആണെങ്കിൽ യുവ അംഗങ്ങളുണ്ട്, തേജസ്വി സൂര്യയൊക്കെ എത്ര ഗൗരവത്തോടു കൂടിയാണ് അവർ ഓരോ വിഷയങ്ങളിൽ ഇടപെട്ട് തറവായിട്ടാണ് പഠിച്ച് പ്രസന്റ് ചെയ്തത്. ദാറ്റ് ഇസ് ഇറ്റ്. കോൺഗ്രസ്സിൽ അതുപോലെ ആൾക്കാരുണ്ടായിരുന്നു. സച്ചിൻ പൈലറ്റ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ, രാജേഷ് പൈലറ്റിന്റെ മകനുണ്ടായിരുന്നു. ഈ ജിതേന്ദ്ര പ്രസാദയുടെ മകനുണ്ട് ആയിരുന്നു. മുൻ കോൺഗ്രസ് AICC പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിച്ചില്ലേ ഉത്തർപ്രദേശിൽ നിന്ന്. അയാളെ എന്താ പറയണ സംശയാസ്പദ സാഹചര്യങ്ങളിലാണ് അയാളെ മരിച്ചതായിട്ട് കണ്ടത്. അതിങ്ങനെ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുടെ ദുരൂഹ മരണം ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് അതൊന്ന് സംസാരിക്കണം. നല്ല കാര്യമായി. ഇറ്റാലിയൻ മാഫിയ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ദുരൂഹത നിറഞ്ഞ മരണം ഉണ്ടാവും. നാളെ സംസാരിക്കാം. ഏതായാലും ഈ പാർലമെന്റിലെ അമിത്ഷായുടെ പ്രകടനത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ആ വിഷ്വൽ കണ്ട് ഞാൻ കോരിത്തരിച്ചു. അതിന്റെ കൂടെ ഒപ്പം ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ എഴുന്നേറ്റ് അയാളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു, വേണുഗോപാലിന്റെ അടുത്ത്. ഞാനത് കാണുമ്പോൾ പണ്ടൊരു സീനുണ്ടായിരുന്നു. അതായത് യോഗി ആദിത്യനാഥ് പാർലമെന്റിൽ പ്രസംഗിക്കുന്നു. അപ്പോഴത്തേക്ക് ഉടനെ ഒവൈസി ചാടി എണീറ്റിട്ട് എന്തോ പറയാൻ ഇരിയുടെ അവിടെ ഒവൈസി ചുറ്റിട്ട പോലെ ഇരിക്കുന്നു. ഓർക്കുന്നില്ലേ അങ്ങനെ സീൻ? റിമെമ്പർ ദാറ്റ്. അത് ഇത് പയനീറിലെ മറ്റേ ഒരിക്കൽ അത് ക്യാരി ചെയ്തിരുന്നു, പേപ്പർ വാർത്ത ക്യാരി ചെയ്തു. യോഗി ഇങ്ങനെ വിരലുകൊണ്ട് ഇരിടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഇടിവെട്ടി വീണ പോലെ ഇരിക്കുന്നു. ഒവൈസി ഒരക്ഷരം മിണ്ടുന്നില്ല. കാരണം പിന്നെ അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. അത് ഇവരൊന്നും നമ്മളൊരാളുടെ ഇന്ന ആളുടെ മകനാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മൂമ്മ പ്രധാനമന്ത്രിയായിരുന്നു, അമ്മൂമ്മയുടെ അച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു, അച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് നമുക്ക് ആ ക്വാളിറ്റി ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ 2 സന്തതികൾ. ഇയാള് രാജീവ് ഗാന്ധിയുടെ മകനാണെന്നാണല്ലോ പറയണത് രാഹുൽ ഗാന്ധി. അങ്ങനൊരു വർത്താനാണെന്നാണല്ലോ പറയുന്നത്. അല്ല, അതാ. അല്ലെങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ രാജീവ് ഗാന്ധി മരിച്ചില്ലേ ശ്രീപെരുമ്പുത്തൂരില്, എന്നിട്ട് DNA ടെസ്റ്റ് എടുത്ത് എന്തേ ഈ രാഹുൽ ഗാന്ധി ചെറുക്കന്റെ DNA
പ്രിയങ്കയുടെ ഇതല്ലേ സാമ്പിൾസ് അല്ലേ എടുത്തത്? എന്തിനാ രാഹുൽ അവിടെ ഉണ്ടായിരുന്നില്ല? പിന്നെ സുനിൽ അങ്ങനെ പറയല്ലേ ദേവി, നമ്മളിതൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ല. അവിടെ തന്നെ ഉണ്ടായിരുന്നു. എവിടെ പോകാനാ? എന്തെങ്കിലും ആട്ടെ. യാഥാർത്ഥ്യം അറിയുന്നപ്പോ ഒരാളെ ഉള്ളൂ ഇപ്പോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കുമാർ തെല്ലപ്പൻ സാറ് വന്നു, സംഗതി ലൈവായി, കളറായി. നമുക്കിനി ഒരുമിച്ചങ്ങ് പോവാം. ഇടയ്ക്കിടയ്ക്ക് സ്ഥിരമായിട്ട് ഇനി വരും, ഇനി മുടക്കമില്ല. അതുകൊണ്ട് നമുക്ക് വളരെ ലൈവായിട്ട് നിങ്ങൾക്കറിയാത്ത, നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനകത്തുനിന്ന് ഇങ്ങനെ സ്പാർക്കായിട്ട് വരും. നമുക്ക് വർത്തമാനം തുടരാം. ഇന്ത്യ ലൈവിനൊപ്പം സഞ്ചരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുക.